ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന് പ്രധാനമായിട്ടും 6 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് ആദ്യം ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. എത്രത്തോളം എറർ നമുക്ക് എന്താ പറയുക, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ സാധാരണയായിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൽ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ടാകും. തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0.05 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് തേർഡ് സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, നമ്മൾ ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയണം. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ, അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ റൂൾ. മനസ്സിലായോ? റിജക്ഷൻ റൂൾ, ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ റൂള് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഈ റിജക്ഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ദെൻ അഞ്ചാമത്തത്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പം ഇനി കാൽക്കുലേറ്റ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ദെൻ ഇഫ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫാൾസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, the null hypothesis will be rejected, otherwise it will not reject. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇതാണ് ഈ 6 സ്റ്റെപ്പുകൾ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിനും ഓരോ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനിനെ കുറിച്ചുള്ള ടെസ്റ്റ് ഉണ്ട്, പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ഉണ്ട്, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ഉണ്ട്. ഈ 3 തരത്തിലുള്ള ടെസ്റ്റാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഉള്ളത് കോറിലേഷൻ ടെസ്റ്റും കൂടിയുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടെസ്റ്റുകൾ മൊത്തത്തിൽ നമുക്ക് ബ്രോഡ്ലി വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ആസ് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലാർജ് സാമ്പിൾ ടെസ്റ്റും സ്മോൾ സാമ്പിൾ ടെസ്റ്റും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ സാമ്പിൾ സൈസ്, നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അതിന് നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്നും, 30ൽ താഴെയാണെങ്കിൽ നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ, അതായത് സാമ്പിൾ സൈസ് 30ക്ക് മുകളിലാണെങ്കിൽ നമ്മുടെ സാമ്പിൾ ടെസ്റ്റ് നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്നും, 30ക്ക് താഴെയുള്ളതിനെയാണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ആദ്യം നമ്മുടെ കിട്ടുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഏത് പ്രോബ്ലം ആണോ സിറ്റുവേഷൻ ആണോ വാട്ടെവർ ഇറ്റ് ഈസ്, അതിൽ സാമ്പിൾ സൈസ് എത്രയാന്ന് നോക്കുക. തന്നിരിക്കുന്ന സാമ്പിൾ സൈസ് എത്രയാന്ന് നോക്കുക. സാമ്പിൾ സൈസ് നോക്കിയിട്ട് വേണം അതിൽ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കണോ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കണോ എന്ന് മനസ്സിലാകും. ഓക്കെ, ഇത് രണ്ട് വേറെയാണ്. നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണ്. ലാർജ് സാമ്പിൾ ടെസ്റ്റ്. അപ്പൊ ഈ ലാർജ് സാമ്പിൾ ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റിന്റെ ഒരു 3-4 ടെസ്റ്റുകൾ പഠിക്കുന്നുണ്ട്. ആ എല്ലാ കേസിലും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ ലാർജ് സാമ്പിൾ ടെസ്റ്റ്, the test statistic will follow standard normal distribution. Okay, test statistic will follow, അതായത് ലാർജ് സാമ്പിൾ ടെസ്റ്റിനെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനാൽ തന്നെയും ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടെത്താവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ലാർജ് സാമ്പിൾ ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ അസ്യൂംഡ് പോപ്പുലേഷൻ മീൻ. ഓക്കെ, അതായത് നമുക്കൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്, നമ്മൾ സെന്റ് തോമസ് കോളേജിലെ കുട്ടികളുടെ ഒരു ആവറേജ് ഹൈറ്റ് ഒരു 5.5 ഫീറ്റ് നിൽക്കുകയാണ്. ഓക്കെ, എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ സെന്റ് തോമസ് കോളേജ് കുട്ടികളുടെ മൊത്തം കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് നമ്മൾ മ്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു 5.5 എന്ന് വരും.
ഓക്കെ, നമുക്കത് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം മറ്റൊരാൾ പറയും ഇല്ല അത് 5.5 ഫീറ്റ് അല്ല. അപ്പൊ എന്ത് വരും? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 5.5 വരും. അപ്പൊ ഈ മ്യൂ ഇസ് ഈക്വൽ ടു 5 എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? മ്യൂ നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കും. അതല്ല, മറ്റൊരാൾ പറയുവാണ് അല്ല മ്യൂവിനേക്കാളും വലുതാണ്, അല്ല 5.5നേക്കാളും വലുതാണ് കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് 5.5 മ്യൂ ഗ്രേറ്റർ ദാൻ 5.5 ആയിരിക്കും. ചില കേസിൽ അത് മ്യൂ ലെസ് ദാൻ 5.5 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ മീനിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പോപ്പുലേഷൻ തന്നിട്ടുണ്ടാകും, ആ പോപ്പുലേഷന്റെ മീൻ ഇന്നതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇന്നതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാകും. അത് ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ കൊറോണ മെഡിസിൻ കണ്ടുപിടിച്ചു വിചാരിച്ചു. ആ മെഡിസിൻ കണ്ടുപിടിക്കുന്ന ആൾ പറയാണ് ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 10 ദിവസത്തിനുള്ളിൽ ഈ അസുഖം മാറും. ഓക്കെ, സോ അതാണ് അവരുടെ ക്ലെയിം. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് H0, അവിടെ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് മ്യൂ ഇസ് ഈക്വൽ ടു 10 ആണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മ്യൂ, നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 10 എന്നാണ് വേണ്ടത്. അതായത് 10ൽ കൂടുതൽ ദിവസം എടുക്കും എന്നാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് വെക്കാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നൾ ഹൈപ്പോത്തിസിസ് 10 ദിവസമാണെങ്കിൽ, അതായത് 10 ദിവസത്തിനുള്ളിൽ അത് രോഗം മാറുന്ന പറഞ്ഞത്, അത് 10ൽ താഴെയോ ആകാതെ. പക്ഷെ ഇത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 10ൽ കൂടുതൽ ദിവസം എടുക്കും അത് ക്യൂർ ആകാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഫൈൻ. ഇനി അപ്പൊ ഇവിടെ നമ്മൾക്ക് 3 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വരാം. 3 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, അതായത് മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് വരാം, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്ന് വരാം, മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് വരാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് ഒരു റിസർച്ചറാണ് സെറ്റ് ചെയ്യേണ്ടത്. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വേണോ, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് വേണം, മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് വേണം. അത് ആ പ്രോബ്ലം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം. പക്ഷെ ഇത് ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഇനി മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത്തരം ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വൺ സൈഡഡ് ടെസ്റ്റ് എന്ന് പറയും. വൺ സൈഡഡ് ടെസ്റ്റ് അല്ലെങ്കിൽ വൺ ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. വൺ ടെയിൽഡ് ടെസ്റ്റ്. ഇനി H0 മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നാ വരുന്നതെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ടു ടെയിൽഡ് ടെസ്റ്റ്. ടു ടെയിൽഡ് ടെസ്റ്റ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ വൺ ടെയിൽ ടെസ്റ്റ് എന്നും ടു ടെയിൽ ടെസ്റ്റ് എന്നും വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ലാർജ് സാമ്പിൾ ടെസ്റ്റില് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ഇങ്ങനെയായിരിക്കും, ഒരു ബെൽ ഷേപ്ഡ് കർവായിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വൺ സൈഡഡ് ടെസ്റ്റ് ആണെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ മാത്രം ഉണ്ടാവും. ഇപ്പൊ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതേസമയം മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഉണ്ടാവും. ഓക്കെ, അതായത് മ്യൂ നോട്ട് ഈക്വൽ മ്യൂ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആകാം, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആകാം. ഓക്കെ, അപ്പൊ അത് കാരണമാണ് അതിനെ വൺ ടൈൽ ടെസ്റ്റ് എന്നും ടു ടൈൽ ടെസ്റ്റ് എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ അസ്യൂംഡ് പോപ്പുലേഷൻ മീൻ, ഈ കേസിൽ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതായത് ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസിൽ പോപ്പുലേഷൻ വേരിയൻസ് നോൺ ആയ കേസും പോപ്പുലേഷൻ വേരിയൻസ് അൺനോൺ ആയ കേസും. Okay, if the population variance is known, then the test statistic is this one, that is x bar minus mu naught divided by sigma by root n. X bar minus mu naught divided by sigma by root n ആണ്. ഓക്കെ, ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ മീൻ ആണ്. ആ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾ മീൻ ആണ്. നമ്മൾ ടെസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ടത് ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള ടെസ്റ്റിംഗ് ഫോർ പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടെസ്റ്റിങ്ങിന്റെ പോപ്പുലേഷൻ മീനിനെ കുറിച്ചുള്ള അസംഷൻ അല്ലെങ്കിൽ ക്ലെയിം
ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ പോപ്പുലേഷനിൽ നിന്നും നമ്മളൊരു സാമ്പിൾ എടുക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണ്. അപ്പൊ അത് കാരണം തന്നെ വി വിൽ കളക്ട് സാമ്പിൾ ഓഫ് സൈസ് ഗ്രേറ്റർ ദാൻ 30, ഒരു ലാർജ് സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്നും അതിന്റെ മീൻ കണ്ടുപിടിക്കും. അതിന്റെ n എന്ന് പറയുന്നത് അതിന്റെ സാമ്പിൾ സൈസ് ആണ്. ഓക്കെ, ഇവിടെ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീനും n എന്ന് പറയുന്നത് സാമ്പിൾ സൈസുമാണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസിൽ പോപ്പുലേഷൻ വേരിയൻസ് നോൺ ആണ്, പോപ്പുലേഷൻ വേരിയൻസ് തന്നിട്ടുണ്ടാവും. അത് കാരണം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട്. ഇവിടെ മ്യൂ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷന്റെ അസ്യൂംഡ് വാല്യൂ ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ എക്സൈസ് സെന്റ് തോമസ് കോളേജ് കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് 5.5. അപ്പോൾ 5.5 എന്ന് പറഞ്ഞതാണ് നമ്മുടെ മ്യൂ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് സിഗ്മ സ്ക്വയർ ഈസ് അൺനോൺ. സിഗ്മ സ്ക്വയർ അൺനോൺ ആയത് കാരണം അതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു സാമ്പിൾ മീൻ എടുക്കുന്നു. സാമ്പിൾ മീൻ ഉദ്ദേശിക്കുക സാമ്പിൾ മീൻ അല്ല, സാമ്പിൾ വേരിയൻസ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ സിഗ്മ സ്ക്വയർ അൺനോൺ ആണെങ്കിൽ സിഗ്മ സ്ക്വയറിന്റെ സാമ്പിൾ വേരിയൻസ് പറയുന്നത് സിഗ്മ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഈ സാമ്പിൾ വേരിയൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി നമ്മൾ മീനും വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടില്ലേ? അപ്പം വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊടുക്കുന്നു. അപ്പം എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് ബൈ റൂട്ട്. ഓക്കെ, അപ്പൊ എന്താ പറ്റി, ഇവിടെ സാമ്പിൾ മീൻ ഉണ്ട്, ഇവിടെ സാമ്പിൾ വേരിയൻസ് ഉണ്ട്. സാമ്പിൾ വേരിയൻസിന് റൂട്ട് എടുത്ത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട്. ആൻഡ് ദിസ് ഫോളോസ് ഇൻ ബോത്ത് ദ കേസസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പം ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ തിയറി എന്ന് പറയുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സെൻട്രൽ ലിമിറ്റ് തിയറം പ്രകാരമാണ് നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് എഴുതാൻ സാധിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റിജക്ഷൻ റൂൾ നോക്കാം. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മൾ ഒരു നമുക്കൊരു പോപ്പുലേഷൻ തന്നു, അതിന്റെ മീനിനെ കുറിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിൾ എടുത്തു, സാമ്പിളിൽ നിന്നും സാമ്പിൾ മീൻ കണ്ടെത്തി, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസഡ് എന്ന നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നടത്തി എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് ബൈ റൂട്ട് എൻ അല്ലെങ്കിൽ സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, കണ്ടെത്തി. ഇങ്ങനെ ഈ വാല്യൂ കണ്ടെത്തിയതിനു ശേഷം ഇനിയാണ് നമ്മൾ റിജക്ഷൻ റൂൾ കണ്ടെത്തുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു 1 tail ടെസ്റ്റും 2 tail ടെസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കേസിൽ ഇപ്പൊ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ, ആണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്കിൽ നമ്മുടെ റിജക്ഷൻ റൂൾ ഇതാണ്. വി വിൽ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് if z greater than z alpha. Z alpha എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. ഇനി മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, if the null alternate hypothesis is mu less than mu naught ആണെങ്കിൽ we will reject the null hypothesis if z less than minus z alpha. ഇവിടെ mu greater than mu naught ആകുമ്പോൾ z greater than z alpha ആണെങ്കിൽ ഇവിടെ mu less than mu naught ആകുമ്പോൾ z less than minus z alpha ആണ്, മൈനസ് z alpha, അത് മറക്കരുത്. ഓക്കെ, then if mu not equal to mu naught ആണെങ്കിൽ modulus of z greater than z alpha by 2. Modulus of z greater than z alpha by 2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ z വാല്യൂസ് കാൽക്കുലേറ്റ്, z ആൽഫ വാല്യൂസ്, അതായത് ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ സാധാരണയായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ വാല്യൂസ് ഓർത്തിരുന്നാലും മതി. അതായത് ഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 0.01, അതായത് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആദ്യം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ 0.01 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇസഡ് ആൽഫ എന്ന് പറഞ്ഞത്, അതായത് 1 tailed ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.33ഉം 2 tailed ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.58 ആയിരിക്കും. ഇതാണ് 2 tailed, ഇത് രണ്ടും 1 tailed ടെസ്റ്റ് ആണ്, ഇത് 2 tailed ടെസ്റ്റ് ആണ്. മനസ്സിലായോ? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്നത് 2 tailed ടെസ്റ്റ് ആണ്. അപ്പൊ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ഉള്ള കേസിൽ നമ്മുടെ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 2.58ഉം ഇസഡ് ആൽഫ എന്ന് പറയുന്നത് 2.33 ആണ്. എപ്പോൾ ആൽഫ 0.01 ആകുമ്പോൾ. ഇനി ആൽഫ 0.05 ആണെന്ന് വിചാരിച്ചു, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്, അതായത് പ്രോബിലിറ്റി ഓഫ്
ടൈപ്പ് 1 എറർ ഈ 0.05 ആണെങ്കിൽ നമ്മുടെ ഇസഡ് ആൽഫ വാല്യൂ അതായത് വൺ ടെയിൽ ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.645 ആണ്. ആൻഡ് ഇസഡ് ആൽഫ ബൈ ടു ടെയിൽ ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് വെച്ചാൽ 1.96 ആണ്. അതായത് നമ്മുടെ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഇപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇസഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1.645 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതേസമയം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇസഡ് വാല്യൂ ലെസ് ദാൻ -1.645 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നാണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.96 ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം 1.96 ആണ്. 1.96 ആണെങ്കിൽ വി വിൽ റിജക്ട് അതർവൈസ് അക്സെപ്റ്റ്. ഓക്കെ. അതുപോലെ ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു 10%, ദാറ്റ് മീൻസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.10, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.10 ആണെങ്കിൽ, അതായത് 10% എറർ വരേക്ക് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദെൻ നമ്മൾ ഇസഡ് ആൽഫ എന്ന് പറഞ്ഞാൽ 1.28 ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 1.645 ആണ്. ഓക്കെ. അപ്പൊ ഈ പ്രധാനം നമ്മൾ സാധാരണയായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ വാല്യൂസ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0.05. അതൊരു കൺവെൻഷണൽ വാല്യൂ ആണ്. അതായത് 5% വരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെ. അത് എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ 0.01 എടുത്തു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഒരു കൺവെൻഷണൽ വാല്യൂ എന്ന് പറയുന്നത് 0.05 തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം താഴെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 2 എക്സാമ്പിൾസ് തന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിൽ നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ല. തരാത്ത കേസിലും യു ക്യാൻ ടേക്ക് ഇറ്റ് 0.05. അപ്പൊ 0.05 ആകുമ്പോൾ അത് എന്താ പറയാ ലെസ് ദാൻ വൺ ടെയിൽ ടെസ്റ്റ് ആണെങ്കിൽ 1.645, ടു ടെയിൽ ആണെങ്കിൽ 1.96. ഓക്കെ. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം നമുക്ക് അതൊരു വൺ ടെയിൽ ടെസ്റ്റ് ആണ്. മ്യൂ ലെസ് ദാൻ 7.5 നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും? അത് മ്യൂ ലെസ് ദാൻ നമ്മുടെ ഇസഡ് ലെസ് ദാൻ -1.645 ഇതാണ് കണ്ടെത്തുന്നത്. ഈ വാല്യൂ ആണെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഇസഡ് വാല്യൂ കണ്ടെത്തുക, then അതിനകത്ത് ദാറ്റ് ഈസ് ലെസ് ദാൻ 1.645 ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. അതർവൈസ് വി വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം: a random sample of 36 drinks from a soft drink machine has an average content of 7.4 ounces with a standard deviation of 0.48 ounces. Test hypothesis H0 mu is equal to 7.5 ounces against mu1 less than 7.5. അപ്പോൾ ആദ്യം നമുക്ക് എഴുതേണ്ടത് hypothesis H0 mu is equal to 7.5 versus H1 mu less than 7.5. ഈ കേസിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഹൈപ്പോസിസ് തന്നിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ കേസിലും നമുക്ക് തരുന്നുണ്ടാവില്ല. ഐ മീൻസ് ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ആ കേസസ് നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റാൻഡം സാമ്പിൾ ഓഫ് 36 ഡ്രിങ്ക്സ്. അപ്പോൾ സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട് 36. ഇത് 30 മുകളിലായതാണ് തന്നെ നമുക്ക് ലാർജ് സാമ്പിൾ ആണ്. ലാർജ് സാമ്പിൾ ആയതാണ് തന്നെ നമുക്ക് ആ ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, അത് കറക്റ്റ് ആണ്. പിന്നെ എന്താ? A random sample of 36 drinks from a soft drink machine has an average content of 7.4 ounces. അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ എന്താ പറയാ സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ലിംഗ് മെഷീൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ, സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ലിംഗ് മെഷീൻസിന്റെ വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. ഒരേ മെഷീൻ തന്നെ ഇങ്ങനെ ഒരു ബോട്ടിൽ കണക്ട് ചെയ്യുന്നു, അതിനകത്ത് മെഷീൻ എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ല് ചെയ്യുന്നു, അടുത്ത് കണക്ട് ചെയ്യുന്നു, അടുത്ത് ഫില്ല് ചെയ്യുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ബോട്ടിലും ഈക്വൽ എമൗണ്ട് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനി അവകാശപ്പെടുന്നത് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽ 7.5 ഔൺസസ് ഉണ്ടാവുന്ന പറയുന്നത്, 7.5 ഔൺസ് ഡ്രിങ്ക്സ് ഉണ്ടാവുന്ന പറയുന്നത് ആ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ ആ പിന്നെ മെഷീനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ രീതിയിലാണ് ആ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 7.5 ഔൺസ് ആ ഒരു ബോട്ടിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ താഴെയാണോ ഇല്ല എന്നുള്ളതാണ്. അപ്പം ആ പറയുന്ന ക്ലെയിം ശരിയാണോ ഇല്ല എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ മ്യൂ ഈസ് ഈക്വൽ ടു 7.5, മ്യൂ ലെസ് ദാൻ 7.5 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്, അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ.
അതിനു വേണ്ടിയിട്ട് ഈ ക്ലെയിം ശരിയാണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വി ഹാവ് കളക്ടഡ് എ സാമ്പിൾ ഓഫ് 36 ഡ്രിങ്ക്സ്. ഒരു ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് നിന്നും റാൻഡം ആയിട്ട് ഒരു 36 എണ്ണം എടുത്തു. 36 എണ്ണം എടുത്തിട്ട് അതിന്റെ മീൻ കണ്ടുപിടിച്ചു. അതിന്റെ ഓരോ ബോട്ടിൽ നിന്നും എടുത്ത കണ്ടന്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ മീൻ കണ്ടുപിടിച്ചു. ആ മീൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 7.4 ഔൺസസും അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.48 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്ലെയിം ശരിയാണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി സാമ്പിൾ സൈസ് 36 ആയത് കാരണം തന്നെ നമുക്ക് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കാം. ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, നിങ്ങൾ ഏത് ടെസ്റ്റ് എഴുതുമ്പോഴും 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിർബന്ധമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. 1 അതിന്റെ ഹൈപ്പോത്തസിസ്, 2 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, 3 റിജക്ഷൻ റൂൾ. ഓക്കെ, സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z is equal to x bar minus mu naught divided by, ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സാമ്പിൾ ആണ്, ഒരു റാൻഡം സാമ്പിൾ ഓഫ് 36. ഈ 36 റാൻഡം സാമ്പിൾ എടുത്തതിന്റെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എസ് ബൈ √10 which is equal to, ഇവിടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് എന്തായിരിക്കും? 7.4 മൈനസ് 7.5 ഡിവൈഡഡ് ബൈ 0.48 ഡിവൈഡ് ബൈ √10 √36 ഇങ്ങനെ വരും. This is equal to 7.4 മൈനസ് 7.5 എന്ന് പറയുന്നത് മൈനസ് 0.1 ആണ് വരുന്നത്, ഇസ് ഡിവൈഡഡ് ബൈ 0.48 ഡിവൈഡ് ബൈ 6 വരും, which is equal to 2.80 minus 0.1 by 0.08 വരും അല്ലേ? This is equal to minus 1.25 ആണ്. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ മൈനസ് 1.25 എന്ന് കിട്ടി. ഓക്കെ, അതായത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട്, എക്സ് ബാർ എന്ന് പറയുന്നത് 7.4 മൈനസ് മ്യൂ നോട്ട് 7.5 ആണ്, ഡിവൈഡ് ബൈ 0.4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് വെച്ചാൽ 6 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1.25. ഇനി നമുക്ക് ഇതിന്റെ റിജക്ഷൻ റൂൾ നോക്കാം. റിജക്ഷൻ റൂൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ റിജക്ഷൻ റൂൾ ആണ്. സിൻസ് നമ്മുടെ alternate hypothesis mu less than 7.5 ആയത് കാരണം, അതായത് mu less than mu naught ആയത് കാരണം തന്നെ റിജക്ഷൻ റൂൾ ഈസ് എന്താണ്? Z less than, റിജക്ഷൻ റൂൾ ഈസ് reject H naught if Z less than minus Z alpha. Okay, fine. ഇനി നമുക്ക് തന്നിട്ട് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് തന്നിട്ടില്ല. സോ യു ക്യാൻ ടേക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ ആൽഫ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞു. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0.05. സോ therefore Z alpha is equal to 1.645 ആണ്. 1.645. Since Z, which is equal to minus 1.25, since Z is equal to minus 1.25, it not lesser than minus 1.645. മൈനസ് ആയതാണ് തന്നെ മൈനസ് 1.25 ആണ്, 1.645 വലുത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ലെസർ ദാൻ, we do not reject the null hypothesis. We do not reject the null hypothesis. That means mu is equal to 7.5. Next problem. The monthly average of 200 families
ഇത് കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ, ഡിഫറെന്റ് ആണ് നമ്മുടെ സെക്കൻഡ്. Okay, second problem. The monthly average of 200 families is found to be rupees 4,500. Can we conclude that the average monthly income of the population is rupees 4.40 4,480 with a standard deviation of rupees 50? Test at 5% level of significance. Okay. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ പ്ലേസിലെ സ്ഥലത്തെ ആവറേജ് മന്ത്ലി ഇൻകം 4480 ആണോ ഇല്ലയോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ വി നീഡ് ടു ടെസ്റ്റ് H0 mu is equal to 4480 versus H1 mu not equal to 4480. അതായത് എന്തുകൊണ്ട് അവിടെ നോട്ട് ഈക്വൽ ടു വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് ദ ആവറേജ് മന്ത്ലി ഇൻകം ഓഫ് പോപ്പുലേഷൻ ഈസ് 4480. നമുക്കിത് 4480 ആണോ ഇല്ലയോ എന്ന് പറയാൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം, അല്ലാതെ അതിനേക്കാൾ കുറവാണോ അതിനേക്കാൾ കൂടുതലാണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് mu not equal to 4480. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? The average monthly income of 200 families. So n is equal to 200 തന്നിട്ടുണ്ട്. Then x bar ആ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 4500 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ഇവിടെ ഉള്ളത്? നമുക്കൊരു 50 ഉണ്ട്. എന്താണ് ഈ 50? Can we conclude that the average monthly income of the population is 4480 with the standard deviation of 50? അപ്പോൾ ഈ തന്നിരിക്കുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ ഇസ് ഈക്വൽ ടു 50 ആണ്, അല്ലാതെ സാമ്പിളിന്റെ അല്ല. ഓക്കെ, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാമ്പിളിന്റെ അല്ല. സോ ഇറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ ടു 50. പിന്നെ മറ്റൊരു തന്നിരിക്കുന്നത് എന്താണ്? ആൽഫ തന്നിട്ട് ദാറ്റ് ഈസ് 0.05. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചാൽ ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ സാമ്പിൾ സൈസ് ആണ്. സാമ്പിൾ സൈസ് ലാർജ് ആയത് കാരണം തന്നെ നമുക്കിവിടെ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കാം. ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് Z is equal to x bar minus mu naught divided by, ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിഷൻ സിഗ്മയുടെ വാല്യൂ അറിയുന്ന കാരണം സിഗ്മ ബൈ റൂട്ട് n എഴുതാൻ സാധിക്കും. ദിസ് ഇസ് ഈക്വൽ ടു x bar എന്ന് പറയുന്നത് 4500 ആണ് മൈനസ് 4480 ആണ് നമ്മുടെ mu naught divided by 50 by square root of 200, which is equal to 20 divided by 3.5355 and this is equal to 5.6568 ആണ്. This is our test statistic value. Okay, ഇനി rejection rule. Since alternate hypothesis H1 is equal to mu not equal to 4480, അതായത് mu not equal to mu not, അതായത് 2-tailed ആയത് കാരണം rejection rule is we will reject the null hypothesis if mod Z greater than Z alpha by 2. Mod Z greater than Z alpha by 2. Okay, നമുക്ക് തന്നിട്ടുണ്ട് given alpha is equal to 0.05. അത് കാരണം തന്നെ നമ്മുടെ Z alpha by 2 എന്ന് പറയുന്നത് it is equal to 1.96 ആണ്. Okay, and since mod Z എന്ന് പറഞ്ഞാൽ എത്രയാ? mod Z is equal to modulus of നമ്മുടെ Z വാല്യൂ എന്ന് പറയുന്നത് 5.6568 ആണ്.
സോ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ തരുന്ന നമുക്ക് ഇതിനെ 5.6568 തന്നെ എടുക്കാൻ പറ്റും അല്ലേ? മോഡ് സെറ്റ് അതായത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മോഡ്ലെസ് എടുക്കുമ്പോൾ. സോ 5. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം 5.6568 ഗ്രേറ്റർ ദാൻ 1.96 അല്ലേ? 5.6568 ഗ്രേറ്റർ ദാൻ 1.96 അല്ലേ? ആയത് കാരണം തന്നെ greater than 1.96 we reject the null hypothesis. Okay, അതായത് null hypothesis reject ചെയ്യുക. അതിന്റെ അർത്ഥം mu equal to 4480 അല്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ ക്ലെയിം റിജക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.